ഹായ് ഓൾ. നമ്മൾ യൂറോപ്യന്മാരുടെ ആഗമനം എന്ന് തുടങ്ങുന്ന 10th പ്രിലിമിനറി എക്സാമിൻ്റെ ആദ്യത്തെ നമ്മുടെ സിലബസിൽ തന്നിരിക്കുന്ന ആദ്യത്തെ ടോപ്പിക്കുമായിട്ടാണ് വന്നിരിക്കുന്നത്. ഇത് റിലേറ്റഡ് ആയിട്ട് നമ്മൾ ഒരു ക്ലാസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ ക്ലാസ് കാണാത്തവരുണ്ടെങ്കിൽ ക്ലാസ് കാണണം. ഇത് നമ്മൾ ടെക്സ്റ്റ് ബുക്ക് ബേസ് ചെയ്തിട്ട് NCERT ടെക്സ്റ്റ് ബുക്ക്, SCERT അല്ല, SCERT ഓൾറെഡി നമ്മളിത് ക്ലാസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അത് കാണാത്തവരുണ്ടെങ്കിൽ ക്ലാസ് കാണണം. ഇനി നമ്മൾ NCERTയിൽ പറയുന്ന എക്സ്ട്രാ പോയിൻറ്റ്സ് കൂടി നമുക്കൊന്ന് പഠിച്ചു പോകണം. അതിന് വേണ്ടിയിട്ടാണ് നമ്മളിപ്പം ഈ ഒരു ക്ലാസ് ഇട്ടിരുന്നത്. അപ്പം നമ്മുടെ ചാനലിൽ ഇതുമായിട്ട് ബന്ധപ്പെട്ട 2-3 ക്ലാസ്സുകൾ കാണും. നിങ്ങളതെല്ലാം കാണണം. കണ്ട് നിങ്ങൾക്ക് കിട്ടാവുന്നത്ര അറിവുകൾ, പോയിൻറ്റുകൾ നിങ്ങൾ പഠിക്കുക. ഒന്ന് നോട്ട് ചെയ്ത് വെച്ച് പഠിക്കണം കേട്ടോ. അപ്പോൾ നമുക്ക് ഈ ക്ലാസ്സിലേക്ക് കടക്കാം. യൂറോപ്യന്മാരുടെ ആഗമനം. 1498 കോഴിക്കോടിനടുത്തുള്ള കാപ്പാട് വാസ്കോഡ ഗാമ എത്തിച്ചേർന്നത് കേരളത്തിൻ്റെ വാണിജ്യ ചരിത്രത്തിൽ പുതിയ യുഗത്തിൻ്റെ തുടക്കമായിരുന്നു. ഏഷ്യയുടെ ചരിത്രത്തിൽ വാസ്കോഡ ഗാമ യുഗത്തിൻ്റെ തുടക്കം എന്ന് KM പണിക്കർ വിളിച്ച ഇത് ഏകദേശം 5 നൂറ്റാണ്ടുകളോളം നീണ്ടുനിന്ന യൂറോപ്യൻ ആധിപത്യ യുഗത്തിന് തുടക്കം കുറിച്ചു. അപ്പോൾ ഏഷ്യയുടെ ചരിത്രത്തിൽ വാസ്കോഡ ഗാമ യുഗം എന്ന് വിശേഷിപ്പിച്ച അതാരാണ്? അത് സർദാർ KM പണിക്കരാണ്. അങ്ങനെ വിളിച്ചത് ഏകദേശം എത്ര നൂറ്റാണ്ടുകളാണ്? 5 നൂറ്റാണ്ടുകളോളം ഈ യൂറോപ്യൻ ആധിപത്യം ഇവിടെ നീണ്ടു നിന്നു. കോപ്പ് ഓഫ് ഗുഡ് ഹോപ്പ് വഴി, അതായത് ശുഭപ്രതീക്ഷ മുനമ്പ് വഴി കേരളത്തിലേക്ക് എത്തിച്ചേർന്ന ആദ്യത്തെ യൂറോപ്യൻ ശക്തിയായിരുന്നു പോർച്ചുഗീസുകാർ. നമ്മൾ പഠിച്ചു കഴിഞ്ഞതാണ് അല്ലേ? കടൽ മാർഗം ഇന്ത്യയിലെത്തിയ ആദ്യത്തെ യൂറോപ്യൻ ശക്തിയായിരുന്നു പോർച്ചുഗീസുകാർ മലബാർ വ്യാപാരത്തിൽ അറബികൾക്കുണ്ടായിരുന്ന കുത്തക നശിപ്പിക്കുകയും കാർട്സ് വ്യവസ്ഥ നടപ്പാക്കിയതിലൂടെ ഇന്ത്യൻ മഹാസമുദ്രത്തിലെ വ്യാപാര കുത്തക സ്വന്തമാക്കുകയും ചെയ്തു. SCERT പഠിച്ചപ്പോൾ നമ്മൾ ഈ കാർട്സിനെ പറ്റി പഠിച്ചിട്ടുണ്ടല്ലേ? ഒരു കപ്പലിന് അവരുടെ ചരക്കിറക്കണമെങ്കിൽ എന്ത് വേണം? കാർട്സ് എന്ന ഇവരുടെ നികുതി സമ്പ്രദായത്തിലൂടെ മാത്രമേ ചരക്കിറക്കാനും കപ്പലിൽ കയറ്റാനും ഒക്കെ സാധിക്കുകയുള്ളൂ. അപ്പോൾ നമ്മുടെ മലബാർ വ്യാപാരത്തിൽ അറബികൾക്കുണ്ടായിരുന്ന കുത്തക നശിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് കാർട്സ് വ്യവസ്ഥ പോർച്ചുഗീസുകാർ കൊണ്ടുവരുന്നത്. ഇതിലൂടെ ഇന്ത്യൻ മഹാസമുദ്രത്തിൻ്റെ വ്യാപാര കുത്തക ഇവർ സ്വന്തമാക്കുന്നു. അവർ കോഴിക്കോട്, കണ്ണൂർ, കൊച്ചി, കൊല്ലം എന്നിവിടങ്ങളിലെ ഭരണാധികാരികളുമായി വ്യാപാര ഉടമ്പടികളിൽ ഏർപ്പെടുകയും 17-ാം നൂറ്റാണ്ടിൻ്റെ അവസാനം ഡച്ചുകാർ ശക്തരായി മാറുന്നതുവരെ പൗരസ്ത്യ വ്യാപാര കുത്തകയായി വയ്ക്കുകയും ചെയ്തു. 1604 ഒരു ഡച്ച് കപ്പൽപ്പട കോഴിക്കോട് എത്തിച്ചേരുകയും സാമൂതിരിയുമായി കരാറിൽ ഏർപ്പെടുകയും കോഴിക്കോട് തുറമുഖത്ത് ഒരു കോട്ട സ്ഥാപിക്കുകയും ചെയ്തു. അവർ മധ്യ കേരളത്തിലെ പുറക്കാട്, കായംകുളം എന്നിവിടങ്ങളിലെ മുഖ്യന്മാരുമായും കരാറിലേർപ്പെടുകയും പ്രധാനമായും കുരുമുളകും ഇഞ്ചിയും ശേഖരിക്കുകയും ചെയ്തു. പോർച്ചുഗീസുകാരെ പരാജയപ്പെടുത്തി കൊല്ലത്ത് അവർ വ്യാപാര കുത്തക സ്ഥാപിച്ചു. ഡച്ചുകാർ. കന്യാകുമാരിയിലെ കുളച്ചിലും ഡച്ചുകാർ അധികാര കേന്ദ്രം സ്ഥാപിച്ചു. പിന്നീട് തിരുവിതാംകൂർ ഭരണാധികാരിയായിരുന്ന മാർത്താണ്ഡവർമ്മ ഇവിടെ കോട്ട കെട്ടി സംരക്ഷിച്ചു. അതായത് കുളച്ചൽ യുദ്ധം നമുക്കറിയാം അല്ലേ? ഇത് പിടിച്ചെടുക്കാനുള്ള ഡച്ചുകാരുടെ ശ്രമങ്ങൾ 1741 കുളച്ചൽ യുദ്ധത്തിലേക്ക് നയിച്ചു. കുളച്ചൽ യുദ്ധത്തിൻ്റെ വർഷം എത്രയാണ്? 1741. കുളച്ചൽ യുദ്ധത്തിൽ ഡച്ചുകാർക്കേറ്റ പരാജയം ഇന്ത്യയുടെ തെക്ക് പടിഞ്ഞാറ് തീരപ്രദേശത്ത് അവരുടെ ശക്തി ക്ഷയിക്കുന്നതിന് ഇടയാക്കി. അപ്പോൾ കുളച്ചൽ യുദ്ധം ആരൊക്കെ തമ്മിലായിരുന്നു? ഡച്ചുകാരും മാർത്താണ്ഡവർമ്മയും തമ്മിലാണ് കുളച്ചൽ യുദ്ധം നടക്കുന്നത്. കുളച്ചൽ യുദ്ധത്തിൽ മാർത്താണ്ഡവർമ്മ ഡച്ചുകാരെ പരാജയപ്പെടുത്തുന്നു. ഇതോടെ ഇന്ത്യയുടെ തെക്ക് പടിഞ്ഞാറ് തീരപ്രദേശത്ത് ഡച്ചുകാരുടെ ശക്തി ക്ഷയിക്കുന്നു. 17-ാം നൂറ്റാണ്ടിൻ്റെ ആരംഭത്തിൽ ഇംഗ്ലീഷുകാർ കേരളത്തിൽ എത്തിച്ചേരുന്നു. ക്യാപ്റ്റൻ കീലിംഗ് സാമൂതിരിയുമായി ഒരു ഉടമ്പടിയിൽ എത്തിച്ചേരുകയും അതിൻ പ്രകാരം മധ്യ കേരളത്തിൽ നിന്നും പോർച്ചുഗീസുകാരെ തുരത്താൻ സാമൂതിരിയുടെ സഹായം ഉറപ്പാക്കുകയും ചെയ്തു. അവർ ആദ്യമായി കൊച്ചിയിൽ നിന്നും ഇംഗ്ലണ്ടിലേക്ക് കുരുമുളക് കയറ്റുമതി ചെയ്തു. കൂടാതെ വേണാട് രാജാവിൽ നിന്നും വിഴിഞ്ഞത്തൊരു പാണ്ഡികശാല സ്ഥാപിക്കാൻ അനുവാദം വാങ്ങുകയും ചെയ്തു.
അഞ്ചുതെങ്ങ്, തലശ്ശേരി തുടങ്ങിയ സ്ഥലങ്ങളിലും ഇത്തരത്തിൽ പണ്ടകശാലകൾ സ്ഥാപിച്ചു. അപ്പോൾ എവിടെയൊക്കെയാണ്? ആറ്റിങ്ങൽ, അഞ്ചുതെങ്ങ്, തലശ്ശേരി എന്നിവിടങ്ങളിൽ പണ്ടകശാലകൾ സ്ഥാപിച്ചു. കുരുമുളകിലും മറ്റു സുഗന്ധന വ്യഞ്ജനങ്ങളിലും മാത്രമല്ല, തെക്കേ ഇന്ത്യയുടെ കിഴക്ക് പടിഞ്ഞാറ് തീരദേശങ്ങളിൽ നിന്നും അടിമകളെ കയറ്റുമതി ചെയ്യുന്നതിലും താൽപ്പര്യം ഉണ്ടായിരുന്നു. ഫ്രഞ്ചുകാരായിരുന്നുവെന്നും മറ്റൊരു സാമ്രാജ്യത്വ ശക്തി. വടകരയിലെ ഭരണാധികാരിയിൽ നിന്ന് മാഹിയിൽ വ്യാപാരം നടത്തുന്നതിന് അവർ അനുമതി സമ്പാദിച്ചു. അങ്ങനെ വാണിജ്യാധിപത്യത്തിന് ശ്രമിക്കുന്ന വ്യത്യസ്ത യൂറോപ്യൻ ശക്തികളുടെ യുദ്ധഭൂമിയായി കേരളം മാറുന്നു. അപ്പം ഇവിടെ ഡച്ചുകാരും പോർച്ചുഗീസുകാരും എല്ലാവരും എന്താണ് ഇവിടെ കച്ചവടത്തിന് വേണ്ടിയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും അവർ മത്സരിക്കാൻ തുടങ്ങി. അങ്ങനെ ഇവർ തമ്മിലുള്ള പ്രശ്നങ്ങൾ കൊണ്ട് തന്നെ നമ്മുടെ കേരളം ഒരു യുദ്ധഭൂമിയായിട്ട് മാറാൻ തുടങ്ങി. എന്നിരുന്നാലും 18-ാം നൂറ്റാണ്ടിൻ്റെ അവസാനത്തോടെ തങ്ങളുടെ ശത്രുശക്തികളെ എല്ലാം തുരത്തി കേരളത്തിന് മേൽക്കോയ്മ സ്ഥാപിക്കാൻ ബ്രിട്ടീഷുകാർക്ക് കഴിഞ്ഞു. എന്നാൽ ഈ സാമ്രാജ്യത്വ ശക്തികളെല്ലാം തന്നെ തദ്ദേശീയരുടെ ചെറുത്തുനിൽപ്പുകളെ അഭിമുഖീകരിക്കേണ്ടി വരുന്നു. പോർച്ചുഗീസുകാർക്കെതിരെ കുഞ്ഞാലിമരക്കാരുടെയും ഡച്ചുകാർക്കെതിരെ മാർത്താണ്ഡവർമ്മയുടെയും ഇംഗ്ലീഷുകാർക്കെതിരെയുള്ള ആറ്റിങ്ങൽ റാണിയുടെയും ചെറുത്തുനിൽപ്പുകൾ ഇവയിൽ പ്രധാനപ്പെട്ടവയാണ്. കുഞ്ഞാലിമരക്കാർ കോഴിക്കോട് സാമൂതിരിയുടെ നാവിക പടത്തലവനായിരുന്നു മരക്കാർമാർ. കോഴിക്കോട് സാമൂതിരിമാരുടെ നാവിക പടത്തലവന്മാരായിരുന്നു മരക്കാർമാർ. അവർ പോർച്ചുഗീസുകാർക്കെതിരെ ഗറില്ല യുദ്ധമുറകൾ സ്വീകരിച്ചു. ഒളിപ്പോര്. അപ്പോൾ ഗൊറില്ല യുദ്ധമുറകൾ പോർച്ചുഗീസുകാർക്കെതിരെ കുഞ്ഞാലിമരക്കാർമാർ സ്വീകരിക്കുന്നു. കുഞ്ഞാലി 1, കുഞ്ഞാലി 2, കുഞ്ഞാലി 3, കുഞ്ഞാലി 4 എന്നിങ്ങനെ 4 കുഞ്ഞാലിമാർ ഉണ്ടായിരുന്നു. പോർച്ചുഗീസുകാർക്കെതിരെയുള്ള യുദ്ധത്തിലെ യഥാർത്ഥ വീരൻ കുഞ്ഞാലി 4-മനായിരുന്നു. എന്നാൽ അദ്ദേഹത്തെ പിടികൂടി തടവിലാക്കുന്നതിൽ പോർച്ചുഗീസുകാർ വിജയിച്ചു. 1600-ൽ ഗോവയിൽ വെച്ച് അദ്ദേഹത്തെ വധിക്കുകയും ചെയ്തു. അടുത്തത് ആറ്റിങ്ങൽ കലാപം. ബ്രിട്ടീഷുകാർക്കെതിരെ കേരളത്തിൽ നടന്ന ആദ്യത്തെ സംഘടിത ജനകീയ ചെറുത്തുനിൽപ്പാണ് ആറ്റിങ്ങൽ കലാപം. വെരി വെരി ഇമ്പോർട്ടൻറ്റ്. ബ്രിട്ടീഷുകാർക്കെതിരെ കേരളത്തിൽ നടന്ന ആദ്യത്തെ സംഘടിത കലാപമാണ് ആറ്റിങ്ങൽ കലാപം. തദ്ദേശീയരായ ജനങ്ങൾ ബ്രിട്ടീഷ് പണ്ടികശാല ആക്രമിക്കുകയും 140 ഈസ്റ്റ് ഇന്ത്യ കമ്പനി പട്ടാളക്കാരെ കൊല്ലുകയും അഞ്ചുതെങ്ങ് കോട്ട പിടിച്ചെടുക്കുകയും ചെയ്തു. വൻതോതിലെ അഴിമതിയും കുരുമുളക് വിലയിൽ കമ്പനി കാണിച്ച ക്രമക്കേടുകളുമാണ് ജനങ്ങളുടെ അമർഷത്തിന് പിന്നിലെ പ്രധാന കാരണങ്ങൾ. കൂടാതെ മാമൂൽ പ്രകാരം ആറ്റിങ്ങൽ റാണിക്ക് നൽകി വന്നിരുന്ന പാരിതോഷികം പ്രാദേശിക ഫ്യൂഡൽ പ്രഭുക്കളായ പിള്ളമാരിലൂടെ എത്തിക്കാൻ വിസമ്മതിച്ച ഇംഗ്ലീഷുകാർ 1721 ഏപ്രിൽ 15-ന് 140 സൈനികരുടെ അകമ്പടിയോടെ അത് നേരിട്ട് റാണിക്ക് എത്തിക്കാൻ ശ്രമിച്ചു. പ്രദേശവാസികൾ ഇതിനെതിരെ തിരിയുകയും സൈന്യത്തെ മുഴുവൻ നശിപ്പിച്ച് കോട്ട പിടിച്ചെടുക്കുകയും ചെയ്തു. ഇതാണ് ആറ്റിങ്ങൽ കലാപം. ആറ്റിങ്ങൽ കലാപത്തിൻ്റെ വർഷവും ആറ്റിങ്ങൽ കലാപത്തിൻ്റെ ആ ഒരു ഫസ്റ്റ് സെൻറ്റൻസ്, ഇന്ത്യയിൽ ബ്രിട്ടീഷുകാർക്കെതിരെ നടന്ന ആദ്യത്തെ സംഘടിത കലാപമാണ് ആറ്റിങ്ങൽ കലാപം 1721 ഏപ്രിൽ 15. അടുത്തതാണ് കുളച്ചൽ യുദ്ധം. മാർത്താണ്ഡവർമ്മ ഡച്ചുകാർക്കെതിരെ ആക്രമണങ്ങളുടെ ഒരു നിര തന്നെ അഴിച്ചുവിട്ടു. സിലോണിൽ നിന്നും പീരങ്കിപ്പടയുമായി ഒരു ഡച്ച് സൈന്യം കുളച്ചിലിൽ എത്തിച്ചേരുകയും കോട്ടാർ വരെയുള്ള തിരുവിതാംകൂർ പ്രദേശത്തെ പിടിച്ചെടുക്കുകയും മാർത്താണ്ഡവർമ്മയുടെ തലസ്ഥാനമായ കൽക്കുളത്തേക്ക് നീങ്ങുകയും ചെയ്തു. ഇത് മാർത്താണ്ഡവർമ്മയും ഡച്ചുകാരും തമ്മിൽ 1741 ഓഗസ്റ്റ് 10-ന് കുളച്ചിലിൽ വെച്ച് ഏറ്റുമുട്ടുന്നതിന് ഡച്ചുകാരുടെ പരാജയത്തിനും കാരണമായി. ക്യാപ്റ്റൻ ഡിലനോയി ഉൾപ്പെട്ട അനവധി ഡച്ചുകാർ തടവുകാരായി പിടിക്കപ്പെട്ടു. ഡിലനോയി പിന്നീട് മാർത്താണ്ഡവർമ്മയുടെ സൈന്യത്തിൻ്റെ വലിയ കപ്പിത്താനായി മാറി. അപ്പം മാർത്താണ്ഡവർമ്മയുടെ സൈന്യത്തിൻ്റെ വലിയ കപ്പിത്താൻ അല്ലെങ്കിൽ വലിയ കപ്പിത്താൻ എന്നറിയപ്പെടുന്നത് ആരെയാണ്? ക്യാപ്റ്റൻ ഡിലനോയിനെയാണ്. കാരണം കുളച്ചൽ യുദ്ധത്തിൽ മാർത്താണ്ഡവർമ്മ ഡച്ചുകാരെ പരാജയപ്പെടുത്തുന്നു. ക്യാപ്റ്റൻ ഡിലനോയി ഉൾപ്പെടെ അനവധി ഡച്ചുകാരെ അദ്ദേഹം തടവിലാക്കുന്നു. അതിനുശേഷം മാർത്താണ്ഡവർമ്മയെ
മാർത്താണ്ഡവർമ്മ തിരുവിതാംകൂറിൽ നമ്മുടെ ഡിലനോയിയെ അദ്ദേഹത്തിൻ്റെ സൈന്യപ്പടയുടെ വലിയ കപ്പിത്താനായി നിയോഗിക്കുന്നു. അപ്പം കുളച്ചൽ യുദ്ധത്തിൻ്റെ വർഷം 1741 ഓഗസ്റ്റ് 10. 18ാം നൂറ്റാണ്ടിലെ കേരള ഡ്യൂറിങ് ദ 18th സെഞ്ച്വറി. 18ാം നൂറ്റാണ്ട് തിരുവിതാംകൂർ, കൊച്ചി, മലബാർ മേഖലകളിൽ വലിയ രാഷ്ട്രീയ സാമ്പത്തിക മാറ്റങ്ങൾക്ക് സാക്ഷ്യം വഹിച്ചു. 1729 മാർത്താണ്ഡവർമ്മയുടെ സ്ഥാനാരോഹണം തിരുവിതാംകൂറിൽ ഒരു പുതുയുഗത്തിന് നാന്ദി കുറിച്ചു. ആധുനിക തിരുവിതാംകൂറിൻ്റെ സ്ഥാപകൻ എന്നറിയപ്പെടുന്നത് ആരാണ്? അത് മാർത്താണ്ഡവർമ്മയാണ്. അദ്ദേഹത്തിൻ്റെ കാലഘട്ടത്തിൽ തിരുവിതാംകൂറിൻ്റെ സമ്പദ് വ്യവസ്ഥ വൻ മാറ്റങ്ങൾക്ക് സാക്ഷ്യം വഹിച്ചു. ക്ഷേത്രക്കണക്കുകൾ കൃത്യമായി സൂക്ഷിച്ചിട്ടില്ലെന്നും നിലങ്ങളിൽ നിന്നും പിരിഞ്ഞു കിട്ടേണ്ട തുക ശരിയായി ശേഖരിച്ചിട്ടില്ലെന്നും മനസ്സിലാക്കിയ അദ്ദേഹം കണ്ടെഴുത്ത് എന്ന പേരിൽ ഒരു ഭൂസർവേക്ക് ഉത്തരവിട്ടു. അപ്പോൾ മാർത്താണ്ഡവർമ്മയുടെ കാലത്തുണ്ടായിരുന്ന ഭൂസർവേയാണ് കണ്ടെഴുത്ത്. ഇതിന് തുടക്കം കുറിച്ചത് ആരാണ്? അത് മാർത്താണ്ഡവർമ്മയാണ്. ഈ ഭൂസർവേ ദേവസ്വം, ബ്രഹ്മസ്വം ഭൂമികൾക്ക് ബാധകമാക്കി. ക്ഷേത്രക്കണക്കുകൾ പരിശോധിക്കുന്നതിനുള്ള ഒരു പദ്ധതിയും അദ്ദേഹം തയ്യാറാക്കി. രാജ്യത്തിനെതിരെ കലാപം നടത്തിയ പിള്ളമാർ എന്ന പ്രഭുക്കന്മാരെ അദ്ദേഹം അമർച്ച ചെയ്തു. 8 വീട്ടിൽ പിള്ളമാരെ അമർച്ച ചെയ്തത് മാർത്താണ്ഡവർമ്മയാണ്. അവരുടെ സ്വത്തുക്കൾ കണ്ടുകെട്ടി. ഈ നടപടികൾ രാജകുടുംബത്തിന് സ്ഥിര വരുമാനം ഉറപ്പാക്കുകയും ക്ഷേത്രങ്ങൾക്കും പ്രഭുക്കന്മാർക്കുമുള്ള ഓഹരികൾ ക്രമപ്പെടുത്തുകയും ചെയ്തു. ധാരാളം ഭൂപ്രദേശങ്ങൾ രാജ്യത്തിൻ്റെ ഭൂമി എന്നർത്ഥം വരുന്ന പണ്ടാരം വക എന്ന് അടയാളപ്പെടുത്തപ്പെട്ടു. അപ്പോൾ നമുക്ക് ധാരാളം ഭൂപ്രദേശങ്ങൾ രാജ്യത്തിൻ്റെ ഭൂമി എന്നർത്ഥം വരുന്ന പണ്ടാരം വക എന്നതിലേക്ക് അടയാളപ്പെടുത്തി. ദേവസ്വം, ബ്രഹ്മസ്വം, പണ്ടാരം വക എന്നിങ്ങനെ ഭൂമിയെ തരംതിരിച്ചു. കുരുമുളക്, ഉപ്പ്, പുകയില എന്നിവയുടെ വ്യാപാരത്തിനുമേൽ ഉണ്ടായിരുന്ന കുത്തക തിരുവിതാംകൂറിലെ സമ്പദ് വ്യവസ്ഥയെ സുസ്ഥിരമാക്കി. അനവധി പ്രഭുക്കന്മാരുടെ കീഴിൽ കഷ്ണങ്ങളായി വിഭജിക്കപ്പെട്ട് കിടന്ന കൊച്ചിയിലും മാറ്റങ്ങൾ സംഭവിച്ചു. മാർത്താണ്ഡവർമ്മ സ്വീകരിച്ച അതേ നയങ്ങൾ ഈ പ്രഭുക്കന്മാർക്കെതിരെ ശക്തൻ തമ്പുരാനും സ്വീകരിച്ചു. സമ്പന്നരായ പ്രഭുക്കന്മാരുടെ ഭൂമികൾ പിടിച്ചെടുത്തു. 18ാം നൂറ്റാണ്ടോടെ ഭൂസർവേ ആരംഭിച്ചു. വായ്മൊഴി അന്വേഷണങ്ങളുടെയും ഭൂവുടമകളുമായുള്ള വ്യക്തിത്വപരമായ അഭിമുഖങ്ങളുടെയും അടിസ്ഥാനത്തിൽ നികുതി നിശ്ചയിക്കപ്പെട്ടു. കേട്ട വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ തയ്യാറാക്കിയ ഈ വ്യവസ്ഥയെ കേട്ടെഴുത്ത് എന്നറിയപ്പെട്ടു. ഇതേ തുടർന്ന് നിർണയ ഉദ്യോഗസ്ഥന്മാർ ഭൂമി പരിശോധിക്കുകയും അളക്കുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ ധാരണയാവുകയും ചെയ്തു. കണ്ടത് അതിൻ്റെ രേഖ എന്നർത്ഥമുള്ള കണ്ടെഴുത്ത് എന്ന് ഇത് അറിയപ്പെട്ടു. കോവിലകത്തു വാതുക്കൽ എന്നറിയപ്പെടുന്ന വലിയ റവന്യൂ ഘടകങ്ങളായി രാജ്യത്തെ വിഭജിച്ചു. ഭരണത്തിൻ്റെ അടിസ്ഥാന ഘടകം പ്രവർത്തിക്കാരുടെ കീഴിലുണ്ടായിരുന്ന ഗ്രാമങ്ങളായിരുന്നു. കേന്ദ്രീകൃത നയമാണ് ശക്തൻ തമ്പുരാനും പിന്തുടർന്നത്. അങ്ങനെ ഈ 2 ഭരണാധികാരിയുടെ പ്രവൃത്തികൾ തിരുവിതാംകൂറിനെയും കൊച്ചിയെയും സാമ്രാജ്യത്വ കാലഘട്ടത്തിൽ പ്രബലമായ നാട്ടുരാജ്യങ്ങളാക്കി മാറ്റി. 18ാം നൂറ്റാണ്ടിലെ മലബാറിൻ്റെ ചരിത്രം തിരുവിതാംകൂറിൻ്റെയും കൊച്ചിയുടെയും ചരിത്രത്തിൽ നിന്നും തികച്ചും വ്യത്യസ്തമായിരുന്നു. 18ാം നൂറ്റാണ്ടിലെ കേരളത്തിലെ സവിശേഷമാർന്ന രാഷ്ട്രീയ സാഹചര്യം മൈസൂർ ഭരണാധികാരികളെ മലബാർ ആക്രമിക്കുന്നതിന് പ്രേരിപ്പിക്കുന്നു. 18ാം നൂറ്റാണ്ടിലെ ഹൈദരാലിയുടെയും ടിപ്പു സുൽത്താൻ്റെയും ആക്രമണങ്ങൾ മലബാറിലെ കാർഷിക ബന്ധങ്ങളിൽ വലിയ മാറ്റങ്ങൾ കൊണ്ടുവന്നു. യഥാർത്ഥ ഉൽപ്പാദനത്തെ അടിസ്ഥാനമാക്കിയുള്ള പുതിയ റവന്യൂ പരിഷ്കാരം 1773 അവർ നടപ്പിൽ വരുത്തി. നികുതിയായി ഉൽപ്പാദനത്തിൻ്റെ ഒരു ഭാഗം ഉദ്യോഗസ്ഥർ കർഷകരിൽ നിന്നും പ്രധാനമായും കാണക്കാരിൽ നിന്നും നേരിട്ട് പിരിച്ചു. ജന്മിമാരുടെ ആധിപത്യത്തിന് അറുതിയാവുകയും കർഷകൻ്റെ അന്തസ്സ് വർദ്ധിക്കുകയും ചെയ്തു. പാടങ്ങൾക്ക് മാത്രം നികുതി ഏർപ്പെടുത്തുകയും വരണ്ട ഭൂമികളും ക്ഷേത്രഭൂമികളും നികുതിയിൽ നിന്ന് ഒഴിവാക്കപ്പെടുകയും ചെയ്തു. ടിപ്പു സുൽത്താൻ അധികാരമേറ്റതിന് ശേഷം അദ്ദേഹത്തിൻ്റെ ഉദ്യോഗസ്ഥനായിരുന്ന അർഷാദ് ബെഗ് മലബാറിലെ എല്ലാ ഭരണാധികാരികളുമായും ഉടമ്പടികളിൽ ഏർപ്പെടുകയും അതിൻ പ്രകാരം വർഷം തോറും ഒരു നിശ്ചിത തുക മൈസൂർ ഭരണാധികാരികൾക്ക് നൽകേണ്ടതായി വരികയും ചെയ്തു. മീർ ഇബ്രാഹിമിൻ്റെ കീഴിൽ നടന്ന 2ാം നികുതി പരിഷ്കാരത്തിൽ
ഒന്നാം പരിഷ്കാരത്തിലെ ഭൂമി അളവിൽ ക്രമക്കേടുകൾ കണ്ടെത്തുകയും എല്ലാ നായർ ജന്മിമാർക്കും മറ്റു മുഖ്യന്മാർക്കും കൂടി നികുതി ചുമത്തുകയും ചെയ്തു. നേരത്തെ നികുതി നൽകാതിരുന്ന ചില മുഖ്യന്മാർ ഇതോടെ നികുതി നൽകാൻ നിർബന്ധിതരായി എന്നർത്ഥം. പൊതുവിൽ ഭൂമിക്ക് അമിത നികുതി ചുമത്തപ്പെട്ടു. കയറ്റുമതി വർദ്ധിപ്പിക്കുന്നതിന് മൈസൂർ ഭരണാധികാരികൾ നാണ്യവിളകളുടെ കൃഷി പ്രോത്സാഹിപ്പിച്ചു. നാണ്യവിളകളായ പുകയില, ചന്ദനം, തേക്ക്, നാളികേരം, കുരുമുളക് എന്നിവ സർക്കാരിൻ്റെ കുത്തകയാക്കി മാറ്റി. തിരുവിതാംകൂറിൽ നിന്നും വ്യത്യസ്തമായി ഇത്തരം കുത്തക കർഷകരെ വിപണിയുമായി നേരിട്ട് ബന്ധപ്പെടാൻ പ്രോത്സാഹിപ്പിച്ചിരുന്നില്ല. വ്യാപാര വർധനവിന് വേണ്ടി മലബാറിൽ യാത്രയ്ക്കായുള്ള അടിസ്ഥാന സൗകര്യങ്ങൾ ടിപ്പു മെച്ചപ്പെടുത്തി. ടിപ്പുവിനെ മലബാറിലെ റോഡുകളുടെ തുടക്കക്കാരനായി കണക്കാക്കുന്നു. മലബാറിലെ എല്ലാ പ്രധാന സ്ഥലങ്ങളെയും ബന്ധിപ്പിച്ചുകൊണ്ട് റോഡുകളുടെ ഒരു വ്യാപകമായ ശൃംഖല തന്നെ അദ്ദേഹം പണികഴിപ്പിച്ചു. ശക്തൻ തമ്പുരാൻ 1790 മുതൽ 1805 വരെയുള്ള കാലഘട്ടമാണ് ശക്തൻ തമ്പുരാൻ്റെ കാലഘട്ടം എന്ന് പറയുന്നത്. കൊച്ചിയുടെ ചരിത്രത്തിൽ ശക്തൻ തമ്പുരാൻ്റെ ഭരണകാലഘട്ടം സാമ്പത്തിക സാമൂഹിക വികസനത്തിൻ്റെ യുഗമായിരുന്നു. എല്ലാ പ്രധാനപ്പെട്ട കേന്ദ്രങ്ങളിലും ചന്തകൾ തുറന്നു. ക്ഷേത്രങ്ങൾ പുനർനിർമ്മിച്ച് തൃശ്ശൂർ പൂരം ആരംഭിച്ചത് ശക്തൻ തമ്പുരാനാണ്. ഇമ്പോർട്ടൻ്റ് ആണ്. തൃശ്ശൂർ പൂരം ആരംഭിച്ചത് ശക്തൻ തമ്പുരാനാണ്. റോഡുകൾ, പാലങ്ങൾ, തടാകങ്ങൾ, സത്രങ്ങൾ തുടങ്ങിയ പൊതുജനോപകാരപ്രദമായ പ്രവൃത്തികൾ നടപ്പിലാക്കാൻ അദ്ദേഹം താൽപ്പര്യം കാണിച്ചു. കൊച്ചിയിലെ ഫ്യൂഡൽ യുഗത്തിന് അന്ത്യം കുറിച്ച അദ്ദേഹം ശക്തമായ ഒരു കേന്ദ്രീകൃത രാജഭരണത്തിന് തുടക്കം കുറിക്കുകയും ചെയ്തു. ഇനി മാർത്താണ്ഡവർമ്മയുടെ കാലത്ത് കൈക്കൊണ്ട ഭരണപരിഷ്കാരങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. തൃപ്പടിദാനം ഇമ്പോർട്ടൻ്റ് ആണ്. തൃപ്പടിദാനം 1750 ജനുവരി 3 തിരുവിതാംകൂർ രാജ്യം കുലദൈവമായ ശ്രീ പത്മനാഭന് സമർപ്പിച്ചത് മാർത്താണ്ഡവർമ്മയുടെ പ്രധാന പ്രവൃത്തികളിൽ ഒന്നായിരുന്നു. അപ്പം തൻ്റെ രാജ്യവും സർവ്വസമ്പത്തും കുലദൈവമായ ശ്രീ പത്മനാഭന് ദാനമായി കൊടുക്കുകയാണ് ചെയ്തത്. പിന്നീട് ഈ തിരുവിതാംകൂർ ഭരണാധികാരികൾ അറിയപ്പെടുന്നത് പത്മനാഭദാസന്മാർ എന്നായിരുന്നു. അപ്പോൾ എന്നാണ് ഒന്നാം തൃപ്പടിദാനം നടത്തിയതെന്ന് ചോദിച്ചാൽ 1750 ജനുവരി 3 തൃപ്പടിദാനം നടത്തിയത് ആരാണ്? മാർത്താണ്ഡവർമ്മയാണ്. ഈ പ്രവൃത്തിയിലൂടെ ആ ദേവൻ ഭൂമിയുടെ ഉടമസ്ഥനാവുകയും രാജാവ് ഭൂമിയുടെ നിയന്ത്രകനാവുകയും ചെയ്തു. രാജാവിനെതിരെ ഉയരുന്ന ഏത് തരത്തിലുള്ള കലാപങ്ങളും വിമർശനങ്ങളും ദൈവദോഷമായി പരിഗണിക്കപ്പെട്ടു. രാജ്യത്തെ വിവിധ റവന്യൂ ഘടകങ്ങളായി വിഭജിച്ച് പ്രവർത്തിക്കാരുടെ നേതൃത്വത്തിലുണ്ടായിരുന്ന ഗ്രാമമായിരുന്നു ഏറ്റവും താഴെയുള്ള ഭരണഘടകം. ഒരു കൂട്ടം ഗ്രാമങ്ങൾ ചേർന്നുണ്ടാകുന്ന മണ്ഡപത്തും വാതുക്കൽ ഒരു കാര്യസ്ഥൻ്റെ കീഴിലായിരുന്നു. തിരുവിതാംകൂർ ആകെ 20 മണ്ഡപത്തു വാതുക്കലായി വിഭജിക്കുകയും വിവിധ മുഖങ്ങളായി സംഘടിപ്പിക്കുകയും ചെയ്തു. പതിവ് കണക്ക് എന്ന പേരിൽ ഒരു വാർഷിക ബഡ്ജറ്റിന് അദ്ദേഹം രൂപം നൽകി. പതിവ് കണക്ക് സമ്പ്രദായം കൊണ്ടുവന്നത് മാർത്താണ്ഡവർമ്മയാണ്. ഒരു സ്ഥിരം സൈന്യത്തിനും അദ്ദേഹം രൂപം കൊടുത്തു. സാധാരണ കൃഷിക്കാരുടെ ഇടയിൽ നിന്നാണ് സൈന്യത്തിലേക്ക് ആളിനെ എടുത്തിരുന്നിരുന്നത്. തിരഞ്ഞെടുക്കപ്പെടുന്നവർക്ക് അവരുടെ സേവനകാലം അത്രയും ഇരയിളി എന്ന പേരിൽ നികുതി ഇളവ് നൽകിയിരുന്നു. വിരമിക്കുമ്പോൾ ഇരയിളി എടുത്തൂൺ എന്ന പെൻഷൻ നൽകിയിരുന്നു. തിരുവിതാംകൂർ സൈന്യത്തെ പരിശീലിപ്പിക്കുന്നതിന് വേണ്ടി അദ്ദേഹത്തിന് ഡച്ച് പട്ടാളക്കാരനായ ഡിലനോയിയുടെ സഹായം ലഭിച്ചിരുന്നു. നമ്മൾ പറഞ്ഞായിരുന്നു ക്യാപ്റ്റൻ ഡിലനോയി അല്ലേ, ഡച്ചുകാരനെ പരാജയപ്പെടുത്തി ഡിലനോയിയെ തിരുവിതാംകൂറിലെ സർവ്വസൈന്യാധിപനാക്കി. അപ്പോൾ ഡിലനോയിയുടെ സഹായത്തോടെ അദ്ദേഹം പട്ടാളക്കാർക്ക് സൈന്യത്തിന് വേണ്ട പരിശീലനങ്ങളൊക്കെ നൽകിയിരുന്നു. ബ്രിട്ടീഷ് ഒരു കൊളോണിയൽ ശക്തിയായി മാറി. നോക്കാം. 19-ാം നൂറ്റാണ്ടായപ്പോഴേക്കും ബ്രിട്ടീഷുകാരുടെ കീഴിൽ മലബാറിലെ ഭൂബന്ധങ്ങളിൽ കൂടുതൽ മാറ്റങ്ങൾ വന്നു. മലബാർ ബ്രിട്ടീഷുകാരുടെ നേരിട്ടുള്ള നിയന്ത്രണത്തിൽ വന്നത് എങ്ങനെയാണ്? 1792 ശ്രീരംഗപട്ടണം ഉടമ്പടി പ്രകാരം മലബാറിലെ എല്ലാ മുഖ്യന്മാരുടെയും അധികാരങ്ങൾ ബ്രിട്ടീഷുകാർ കവർന്നെടുക്കുകയും അവർക്ക് മാലിഖാൻ അഥവാ പെൻഷൻ നൽകുകയും ചെയ്തു. മൈസൂർ ഭരണാധികാരികളുടെ റവന്യൂ പരിഷ്കാരങ്ങൾ ബ്രിട്ടീഷുകാർ തകിടം മറിക്കുകയും ജന്മിമാരെ ഭൂമിയുടെ ഉടമസ്ഥരായി കണക്കാക്കുകയും ചെയ്തു. അവർ ജന്മിമാർക്ക്
ഭൂമിയുടെ മേൽ ഉണ്ടായിരുന്ന പരമ്പരാഗത അധികാരങ്ങൾ എടുത്തു കളയുകയും ജന്മിമാരെ സ്വത്തുടമകളാക്കുകയും ചെയ്തു. കാണക്കാർ അഥവാ കുടിയാന്മാരെ കുടികിടപ്പു കർഷകൻ എന്ന നിലയിലേക്ക് തള്ളിയിട്ടു. നികുതി പിരിച്ചെടുക്കുന്നതിന് വേണ്ടി മലബാറിൽ വിപുലമായ ഒരു ഭരണ സംവിധാനം ഒരുക്കപ്പെട്ടു. പ്രാദേശിക മുഖ്യരിലൂടെയുള്ള പരോക്ഷ നികുതി പിരിവ് പരാജയമാണെന്ന് മനസ്സിലാക്കി നികുതി പിരിക്കാനുള്ള ഉത്തരവാദിത്തം ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി നിയമിച്ച ജോയിന്റ് ഏൽപ്പിച്ചു. ഇതേ സമയം തിരുവിതാംകൂറും കൊച്ചിയും നാട്ടുരാജ്യങ്ങൾ എന്ന നിലയിൽ നാമമാത്രമായ സ്വയംഭരണത്തോടെ ബ്രിട്ടീഷ് സാമ്രാജ്യത്തിൽ ഉൾപ്പെടുത്തപ്പെട്ടു. ഈ രണ്ട് നാട്ടുരാജ്യങ്ങളും എല്ലാ സമയത്തും നേരിട്ടുള്ള സാമ്രാജ്യത്വ അധിനിവേശത്തിൻ്റെ ഭീഷണിയിൽ തുടർന്നു. 1788 മുതൽ സാമ്രാജ്യത്തിൻ്റെ ഭരണകൂടത്തിൻ്റെ ഒരു ഏജന്റ് ആയ റെസിഡന്റ് എന്ന ഒരു ഉദ്യോഗസ്ഥൻ കൃത്യമായി നിർവചിക്കപ്പെടാത്ത അധികാരങ്ങളോടെ ഈ നാട്ടുരാജ്യങ്ങളിൽ ചുമതലയേറ്റു. തിരുവിതാംകൂറിൻ്റെയും കൊച്ചിയുടെയും ആദ്യ ബ്രിട്ടീഷ് റെസിഡന്റ് ആയിരുന്നത് കേണൽ ജോൺ മൺറോയായിരുന്നു. തിരുവിതാംകൂറിലെ ആദ്യ റെസിഡന്റ് ആരാണ്? കേണൽ ജോൺ മൺറോ. ബ്രിട്ടീഷ് പരമാധികാരം സ്ഥാപിക്കപ്പെട്ടതോടെ കേരള ചരിത്രത്തിൽ പുതിയൊരു യുഗത്തിന് തുടക്കം കുറിച്ചു. സാമ്രാജ്യത്തിനെതിരെയുള്ള ചെറുത്തുനിൽപ്പിൻ്റെ യുഗം. മലബാറിൽ കേരളവർമ്മ പഴശ്ശിരാജയും കുറിച്യ ഗോത്ര വംശജരും തിരുവിതാംകൂറിൽ വേലുത്തമ്പി ദളവിയും കൊച്ചിയിൽ പാലിയത്തച്ഛനും കോമിയച്ഛനും ഇത്തരത്തിൽ ആദ്യകാല ചെറുത്തുനിൽപ്പ് സമരങ്ങൾ സംഘടിപ്പിച്ചു. മലബാർ ബ്രിട്ടീഷ് ആധിപത്യത്തിന് കീഴിലായതെങ്ങനെയാണ്? 1792 ശ്രീരംഗപട്ടണം ഉടമ്പടി പ്രകാരം ടിപ്പുവിൻ്റെ നിയന്ത്രണത്തിലായിരുന്ന മലബാർ ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്ക് വിട്ടുകൊടുത്തു. അതേ വർഷം തന്നെ ജോയിന്റ് കമ്മീഷണർമാരെ നിയമിച്ചു. അവർ പ്രാദേശിക ഭരണാധികാരികളുമായി വെവ്വേറെ ഉടമ്പടികളിൽ എത്തുകയും അവർക്കുള്ള ആനുകൂല്യം അഥവാ മാലിഖാൻ നിശ്ചയിക്കുകയും ചെയ്തു. മാലിഖാൻ എന്ന് വെച്ചാൽ എന്താണ്? ഈ പ്രാദേശിക ഭരണാധികാരികൾക്ക് കൊടുത്തിരുന്ന പെൻഷൻ എന്നാണ് മാലിഖാൻ. 1793 മാർച്ച് 30 മലബാറിനെ 2 ഭരണമേഖലകളായി തിരിച്ചു. തലശ്ശേരി ആസ്ഥാനമായ വടക്കൻ മലബാറും ചെർപ്പുളശ്ശേരി ആസ്ഥാനമായ തെക്കൻ മലബാറും. കോഴിക്കോട് ആസ്ഥാനമാക്കി മുഴുവൻ മലബാറിനും വേണ്ടി ഒരു മുഖ്യ മജിസ്ട്രേറ്റിനെ നിയമിച്ചു. 1800 ബോംബെയിൽ നിന്നും മദ്രാസ് പ്രസിഡൻസിക്ക് മലബാർ കൈമാറ്റി. യൂറോപ്യന്മാരുടെ ആഗമനം എന്ന ഭാഗത്ത് വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് നമ്മളിപ്പോൾ പഠിച്ചത്. ഇനി നമുക്ക് ഇതിൻ്റെ ബാക്കി ഭാഗം പഠിക്കാനുണ്ട്. അത് നമ്മൾ അടുത്ത ക്ലാസ്സിൽ പഠിക്കും. അപ്പോൾ ക്ലാസ്സുകൾ കാണുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റായിട്ട് രേഖപ്പെടുത്തുക. ഇത് റിലേറ്റഡ് ഉള്ള SCERT ക്ലാസ്, ഇത് NCERT പാഠമാണ്. SCERT ക്ലാസ് നിങ്ങൾ കാണണം. അതുപോലെ തന്നെ നമ്മൾ യൂറോപ്യന്മാരുടെ ആഗമനം എന്ന് പറഞ്ഞ നമ്മുടെ ഫസ്റ്റ് സെഷൻ സെക്രട്ടേറിയറ്റ് അസിസ്റ്റൻറ്റിൻ്റെ നമ്മൾ ടോപ്പിക് വൈസ് ക്ലാസ് ഇടുന്നതിൻ്റെ ആദ്യ സെഷൻ നമ്മൾ ഇട്ടിട്ടുണ്ട്. അതും നിങ്ങൾ നല്ലപോലെ കാണണം. നമുക്ക് ഒന്നിച്ച് പഠിച്ച് മുന്നേറാം. നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ മുൻപോട്ട് പോകാൻ സാധിക്കുകയുള്ളൂ. അപ്പം നിങ്ങൾക്ക് യൂസ്ഫുൾ ആണെന്ന് തോന്നിയാൽ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുക. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത ക്ലാസ്സുകൾ നിങ്ങൾക്ക് കാണാൻ വേണ്ടി. അപ്പോൾ താങ്ക് യു ഓൾ. ഹാവ് എ നൈസ് ഡേ.